അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജനിൽ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ ആയിരിക്കും. വിശ്വസിക്കാം, എന്നെ പോലെ. ഇന്നലത്തെ സെമി അർജന്റീന ഇംഗ്ലണ്ട് തമ്മിലുള്ള കളി നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഒരു അവസാന നിമിഷത്തെ തിരിച്ചുവരവ് എന്നുള്ളത് അർജന്റീന ഇപ്പോൾ ഒരു സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 3-4 കളികളിൽ അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം വിമർശിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിൻ്റെ മാനേജർ എടുത്ത സ്ട്രാറ്റജിയെ കുറിച്ചാണ്. കാരണം വെച്ചാൽ ഈ ഒന്നാമത്തെ ഗോർഡൻ്റെ 55ാമത്തെ മിനിറ്റിലുള്ള ഗോൾ അതുവരെ ഒരു സുപ്രീമസി നമുക്ക് ഇംഗ്ലണ്ടിന് ഫീൽ ചെയ്യും. കാരണം അത്രയും നന്നായിട്ട് അർജന്റീന ഇന്നലെയും കളിച്ചോ എന്നുള്ള സംശയമാണ്. പക്ഷെ ആ ഒരു ഡിഫൻസ് ടാക്ടിക്സ് വളരെ കൂടിപ്പോയതുകൊണ്ടാണോ ഇന്നലെ ഇംഗ്ലണ്ട് തോൽക്കാനുള്ള കാരണം? ഇത് പറയുന്നതിന് മുമ്പ് ഈ അർജന്റീനയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. പണ്ട് 90-ല് വെസ്റ്റ് ജർമ്മനിയോട് ഒരു സെമി പെനൽറ്റീസിൽ തോറ്റതിന് ശേഷം ഗാരി ലിനിക്കർ, ആ കാലത്തെ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈക്കർ, പറഞ്ഞു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു കളിയാണ്. 90 മിനിറ്റ് 22 ആൾക്കാർ ഒരു ബോളിന് പിന്നാലെ ഓടും. അത് കഴിയുമ്പോൾ ജർമ്മനി ജയിക്കും. ഇപ്പൊ അതുപോലെ അത് ജർമ്മനി മാറ്റി ഇപ്പൊ അർജന്റീന ആക്കി കഴിഞ്ഞാൽ അതാണ് ശരി. ഇപ്പൊ 4 നോക്കൌട്ട് കളി അടുപ്പിച്ചിട്ട് നമ്മൾ അതാണ് കാണുന്നത്. 2 കളികളില് എക്സ്ട്രാ ടൈമിന്റെ 110-ാം മിനിറ്റിലും സമനിലയാണ്. പെനൽറ്റിയിലേക്ക് പോവാന്നുള്ള സാധ്യത കേപ്പ് വെർഡെ ആയിട്ടും പിന്നെ സ്വിറ്റ്സർലൻഡ് ആയിട്ടും. വേറൊരു കളി 78 മിനിറ്റ് കഴിയുമ്പോൾ 2-0 പിന്നിട്ട് നിൽക്കുക. ഇവിടെ 84 മിനിറ്റ് കഴിയുമ്പോൾ 1-0 പിന്നിട്ട് നിൽക്കുക. ഇതൊക്കെ ഈ എല്ലാ കളിയും ഷൂട്ട് ഔട്ട് പോവാതെ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ അത് ഭയങ്കര, എനിക്ക് വളരെയധികം സന്തോഷം തന്നിട്ടുള്ള 2 സെമി ഫൈനൽ. എന്താ വെച്ചാൽ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു. സ്പെയിനിന്റെ കളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ഗാരി കാസ്പറോവോ, വിശ്വനാഥൻ ആനന്ദോ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, അങ്ങനെയാണ് സ്പെയിൻ കളിച്ചത്. ഫ്രാൻസിന് ഒരു നീക്കം പോലും ഉണ്ടായിരുന്നില്ല ആ കളിയിൽ. ഇന്നലെ നമ്മൾ കണ്ടത് ഇതല്ല, ഇതാണ് ശരിക്കും ഒരു ടീമിന് എത്ര ജയിക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ മറുവശത്ത് ഇംഗ്ലണ്ട് പേടിച്ച് കളിച്ചു, നെഗറ്റീവായി കളിച്ചു. അങ്ങനത്തെ ടീമുകളെ എപ്പോഴും തോൽക്കുക തന്നെ വേണം. അതിപ്പോ നമ്മുടെ നാട്ടിലത്തെ ആഗ്രഹം എന്നല്ല, ലോകം മുഴുവൻ ഫുട്ബോൾ ആൾക്കാർ കാണുന്നത് ഈ അറ്റാക്കിംഗ് ഫ്രണ്ട് ഫുട്ട് ഫുട്ബോൾ കാണാൻ, അല്ലാതെ പേടിച്ച് കളിക്കുന്നത് കാണാനല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിക്കും രണ്ടും ഉചിതമായ 2 റിസൾട്ട് ആയിരുന്നു. ഇതില് ഈ കളിയോട് കൂടിയിട്ട് ഇപ്പൊ സ്കലോണിയുടെ പിന്നെ വലിയ മാന്ത്രികമായ ഒരുതരം മാനേജ്മെന്റ് തന്ത്രങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഭാഗത്ത് വിശദീകരിക്കപ്പെടുമ്പോൾ മറ്റേ ഭാഗത്ത് ഇംഗ്ലണ്ടിന്റെ മാനേജറുടെ തലയ്ക്ക് വേണ്ടിയിട്ടും ആൾക്കാർ വാദിക്കുന്നുണ്ട്. അല്ല, ഇത് അതിൽ ഒരു അതിശയമില്ല. ഇതിപ്പോ ഇപ്പൊ നിങ്ങൾ കളി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പ് ഞാൻ 11-12 ഫൗളൊറ്റയാണ് എണ്ണിയത്. ഒരൊറ്റ ഷോട്ട് പോലും ഉണ്ടായിരുന്നു. പക്ഷെ റെഫറിക്ക് കുറെ ക്രെഡിറ്റ് കൊടുക്കണം. ആദ്യം തന്നെ നിങ്ങൾ കാർഡൊന്നും കൊടുത്ത് കളി മോശമാക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ചൊന്ന് നോക്കുക എങ്ങനെയത് പോണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർഡ് എടുക്കാൻ തുടങ്ങി. പക്ഷെ പിന്നീട് ശരിക്കും 2ാം പകുതി അർജന്റീന നന്നായി തുടങ്ങി. ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ 46-ാമത്തെ മിനിറ്റിൽ. പക്ഷെ പിന്നീട് പതുക്കെ നമുക്ക് ഓരോ പ്രാവശ്യം ഇംഗ്ലണ്ട് മുന്നോട്ട് പോകുമ്പോൾ അർജന്റീന ഡിഫൻഡേഴ്സിന്റെ പേടി കാണാമായിരുന്നു. പ്രത്യേകിച്ചും ബെല്ലിംഗം ബോളായിട്ട് ഓടുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ അവരൊരു ഗോളും അടിക്കുന്നു, നല്ലൊരു ഗോള്. അതിൽ അർജന്റീനയുടെ എല്ലാ വീക്ക്നെസ്സും ആ ഗോളിൽ കാണാം. ടാഗ്ലിഫിക്കോനെ വളരെ എളുപ്പത്തിൽ ലെഫ്റ്റ് ബാക്കിൽ ബീറ്റ് ചെയ്യുന്നു, ക്രോസ് വരുന്നു, മൊളീനയ്ക്ക് ഒരു ഐഡിയ ഇല്ല ലെഫ്റ്റ് വിങ്ങർ എവിടെയാണെന്ന് ഗോൾ അടിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും അർജന്റീനയ്ക്ക് അപ്പോൾ ഒരു നിവൃത്തിയില്ല മുന്നോട്ട് പോവല്ലാതെ. അതിന് പകരം നിങ്ങൾ പുറകോട്ട് പോയി അവസാനം അർജന്റീനയ്ക്ക് ഒരു 70 മീറ്റർ പിച്ച് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള പോലെ ഫ്രീ ആയിട്ട് ഒരു പ്രഷറും ഇല്ല. എന്താ വെച്ചാൽ ഇവര് ഡീപ്പായി പോയിട്ട് എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ ആയപ്പോഴേക്കും ഒരു ലണ്ടനിലത്തെ റീജൻസ് പാർക്കിന്റെ അത്ര സ്ഥലമുണ്ട് എൻസോന് ഗോൾ എടുക്കാൻ. ബെല്ലിംഗം മാത്രം ഇത് ഡേഞ്ചർ ആണെന്ന് കണ്ട് ഓടി വരാൻ നോക്കണം. പക്ഷെ ബാക്കി എല്ലാവരും ബോക്സിൽ അത്രയും ഡീപ്പാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ എങ്ങനെ വിചാരിച്ചു 25, 30, 40 മിനിറ്റ് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നു? നിങ്ങൾ കളിക്കുന്നത് മെസ്സിക്കെതിരെ. ഇയാള് 20 കൊല്ലം ലോ ബ്ലോക്കിനെ നശിപ്പിച്ചിട്ടുള്ള കളിക്കാരനാണ്. അത്രയും കഴിവുള്ള ഒരു കളിക്കാരനെതിരെ
നിങ്ങൾക്ക് 40 മിനിറ്റ് ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കാണെങ്കിൽ അർജന്റീന ശരിക്കും ഹേർട്ട് ചെയ്യാനുള്ള കളിക്കാരുണ്ടായിരുന്നു. അവരുടെ കഴിവിൽ വിശ്വസിക്കാതെ ബാക്ക് ഫുട്ടിലേക്ക് പോയി. അപ്പൊ ശരിക്കും തോൽക്കേണ്ടത് തന്നെയാണ്. പഠിക്കൂ CA, CMA, CS, ACCS, CMA USA. ഇന്ത്യയിലെ #1 അക്കാഡമിക് എക്സ്പേർട്സിനൊപ്പം. അഫോർഡബിൾ ഫീസ്, ഹയസ്റ്റ് പാസ് പെർസെന്റേജ് അറ്റ് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി. ഈ മെസ്സി രണ്ട് ഗോളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മെസ്സിയാണല്ലോ, അസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മെസ്സിയുടെ ഒരു ഏറ്റവും പ്രതാപപൂർണമായ ഒരു കളിയായിരുന്നു എന്തായാലും. പ്രതാപം എന്ന് മാത്രം ഞാൻ പറയില്ല, ഏറ്റവും പ്രയത്നിക്കേണ്ടി വന്ന ഒരു കളിയും കൂടിയാണ്. എന്താ വെച്ചാൽ ഇന്നലെ മെസ്സിക്ക് വെറുതെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നടന്ന് ബോൾ കിട്ടണ ഒരു സാഹചര്യം ആയിരുന്നില്ല. കുറെ മൂവ് ചെയ്യേണ്ടി വന്നു, കളി ലിങ്കപ്പ് ചെയ്യേണ്ടി വന്നു. എന്താ വെച്ചാൽ അർജന്റീന ആദ്യത്തെ ഒരു 60 മിനിറ്റ് ശരിക്കും അവരുടെ ഒരു സിസ്റ്റമും വർക്ക് ചെയ്തില്ല എന്ന് തന്നെ പറയാം. അത് ആകപ്പാടെ 2 ഫുൾ ബാക്സും ഭയങ്കര അബദ്ധമായിരുന്നു. പിന്നെ നിക്കോ ഗോൺസാലസ് വന്നപ്പോഴാണ് ആ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കുറച്ചൊരു എനർജി ഇതൊക്കെ വന്നത്. പിന്നെ ഡിപ്പോളിനെയും കൊണ്ടുവന്നു, സിമിയോണെയും മാറ്റിയിട്ട്. പക്ഷെ മുഴുവൻ ക്രിയേറ്റീവ് ഇത് ഇപ്പോഴും മെസ്സിയുടെ അടുത്താണ്. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ഗോള് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻസോ ഫെർണാണ്ടസിന് അത്രയും സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ മെസ്സിയുടെ അത്രയും കഴിവുള്ള ഒരു കളിക്കാരൻ ഈസി ആയിട്ട് ആ പാസ് ഫൈൻഡ് ചെയ്യും. രണ്ടാമത്തെ ഗോള് പക്ഷെ നമ്മൾ മുമ്പേ ഇംഗ്ലണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്പെഷ്യലിസ്റ്റ് ഫുൾ ബാക്ക് ഇല്ലാതെ ഒരു ടൂർണമെന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. നിക്കോ റൈലിയും ജെറ്റ് സ്പെൻസും രണ്ടുപേരും ശരിക്കും ലെഫ്റ്റ് ബാക്സ് അല്ല. ഈ ഏകദേശം മെസ്സിയുടെ പകുതി പ്രായമാണ്. രണ്ടുപേർക്കും മെസ്സിയെ പിടിക്കാൻ പറ്റുന്നില്ല. ആ പോസ്റ്റ് തട്ടി റീബൗണ്ട് വരുമ്പോൾ മെസ്സി ബൈ ലൈനിലേക്ക് പോണു. പക്ഷെ പിന്നെയുള്ള പാസ് ലൗട്ടാറോ മാർട്ടിനസ് 6 യാർഡ് ബോക്സിലുണ്ട്. ഇപ്പുറത്ത് അതിലും പൊക്കമുള്ള ജോൺ സ്റ്റോൺസ്, അപ്പുറത്ത് അതിലും പൊക്കമുള്ള കോൺസ. ഇത് ശരിക്കും ഗോൾഫിൽ പിച്ചിങ് വെഡ്ജ് എന്ന് പറഞ്ഞൊരു ഷോട്ട് ഉണ്ട്. അതിങ്ങനെ ലാൻഡ് ചെയ്യേണ്ട അടുത്ത് വീണ അവിടെ തന്നെ നിൽക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നേരെ നിങ്ങൾക്ക് വരെ അത് ഹെഡ് ചെയ്ത് ഗോളാക്കാൻ പറ്റുമായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പാസ്സാണ് ഈ 2 പൊക്കമുള്ള ഡിഫൻഡേഴ്സിന്റെ നേരെ നടുക്ക്. അപ്പൊ അത് ശരിക്കും ഈ കളിക്ക് മുമ്പ് സ്ലാറ്റാൻ, ഞാൻ ഇപ്പൊ സ്ഥിരം കാണുന്ന ഒരു ഷോ ഫോക്സ് സ്പോർട്സില്, സ്ലാറ്റാനും തിയറി ആൻഡ്രിയും തമ്മിലുള്ള ഷോ, അതില് സ്ലാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 40 കൊല്ലം മുമ്പ് ദൈവത്തിന്റെ കൈ കണ്ടു, ഇന്ന് ദൈവത്തിന്റെ അടുത്തേ കാല് കാണേണ്ടി വരുന്നു. പ്രവചിച്ചതാണ് ശരിക്കും കൃത്യമായിട്ട്. പക്ഷെ ഇന്നലെ അടുത്തേ കാലായിരുന്നില്ല, വലത്തേ കാലായിരുന്നു എന്ന് മാത്രം. ഈ ഇപ്പോൾ ഉള്ള ഈ ലേറ്റ് വിന്നിങ് ടെക്നിക്ക് ഉണ്ടല്ലോ, അത് പിന്നെ അർജന്റീനയ്ക്ക് പൊതുവെ കൊടുത്തിരിക്കുന്ന ഒരു മാനസികമായ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു സുപ്പീരിയോറിറ്റി ഭയങ്കരമായിട്ട് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആദ്യം മുതലേ ഗോൾ അടിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് ഇത് കൊടുക്കുന്നില്ലേ? നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ടീം ആയാലും ഒരു കളിക്കാരനായാലും എന്താ പറയുക, ഇംഗ്ലീഷിൽ അതിനൊരു സെൻസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയും. നിങ്ങൾക്ക് ഇത് നമ്മുടെ കാലാണ് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വരും. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിന് എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കണം. കോച്ചിന്റെ മാറ്റങ്ങൾ മാത്രമല്ല, കളിക്കാർക്കും ആ വിശ്വാസം വേണം. അവരും ഒരിക്കലും തളർന്നിട്ടില്ല. ഒരു സൈഡ് ശരിയാണ്, പിന്നോട്ട് ഇങ്ങനെ പോയി. പക്ഷെ അത് മുതലെടുക്കാനുള്ള എന്താ പറയുക, ഒരു വാശിയോടുകൂടി അർജന്റീന കളിച്ചു ആ അവസാനത്തെ 40 മിനിറ്റ്. അതിപ്പോ എൻസോ ഫെർണാണ്ടസ് ആയാലും മെക്കാലിസ്റ്റർ, പ്രത്യേകിച്ച് മെക്കാലിസ്റ്ററിന്റെ ലീഗ് സീസൺ ദുരന്തമായിരുന്നു ശരിക്കും. പക്ഷെ ആ മെക്കാലിസ്റ്റർ അല്ല നമ്മൾ ഇന്നലെ കണ്ടത്. 2 തവണ പോസ്റ്റ് തട്ടി, പല നല്ല പൊസിഷൻസും എടുത്തു, മെസ്സി ആയിട്ടൊക്കെ ലിങ്കപ്പ് ചെയ്യാൻ മിടുക്കനായി കളിച്ചു. അപ്പൊ എല്ലാ കളിക്കാരുടെ ഭാഗത്തുനിന്നും ആ ഒരു എന്താ പറയാ, ആ ഒരു വാശി ഉണ്ടായിരുന്നു. ഈ ഇതിലിപ്പം ഫൈനലിലേക്ക് പോകുമ്പോൾ, ഫൈനലിനെ പറ്റി നമുക്ക് വിശദമായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്നാലും അതിൽ പോകുന്ന സമയത്ത് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടുന്ന സമയത്ത് അർജന്റീനയ്ക്ക് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലല്ലേ? സ്പെയിനിന്റെ കോൺഫിഡൻസ് ലെവൽ ഒട്ടും കുറവായിരിക്കില്ല. അവർ ഫ്രാൻസിനെ അങ്ങനെയാണ് തോൽപ്പിച്ചത്. എന്താ പറയുക, ഈ ബോക്സിംഗ് മാച്ചിൽ പറയും, ഒരാൾക്ക് മറ്റയാളുടെ മേലെ ഒരു പോറല് പോലും ആക്കാൻ പറ്റിയില്ല. അതുപോലെയായിരുന്നു ഫ്രാൻസ് സ്പെയിൻ മത്സരം. സ്പെയിൻ ഫൈറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് തോന്നില്ല, അത്രയും ക്ലീൻ ആയിട്ട് തീർത്തു അത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, വളരെ വ്യത്യസ്തമായ 2 ടീംസാണ്. ഒന്ന് മുഴുവൻ ഇവിടെയാണ്, മറ്റേത് മുഴുവൻ ഇവിടെ. അപ്പൊ അതൊരു ആ ഒരു ക്ലാഷ് ഓഫ് സ്റ്റൈൽസ് കാണാൻ വളരെ നല്ല രസമായിരിക്കും.
പക്ഷെ ഇന്നലെ അർജന്റീന ആദ്യത്തെ 60 മിനിറ്റ് കളിച്ച പോലെ കളിച്ചാൽ അത് സ്പെയിൻ അത് അങ്ങനെ വെറുതെ വിടില്ല. പിന്നെ ഒരിക്കലും സ്പെയിൻ ബാക്ക് ഫുട്ടിലേക്ക് പോകാൻ പോകുന്നില്ല. ഫ്രാൻസിന്റെ എതിരെ നമ്മൾ അതാ കണ്ട, അവർക്ക് അവരുടെ ഒരു രീതി ഉണ്ട്, ആ ക്വിക്ക് പാസിങ്, ട്രയാങ്കിൾസും, അവരുടെ ഓഫ് ദ ബോൾ കളിയാണ് ഭയങ്കരം. എല്ലാ കളിക്കാരനും അറിയാം അടുത്ത പാസ് റിസീവ് ചെയ്യാൻ എവിടെ വരണം, എപ്പോൾ ഓടണം, ഇതൊക്കെ അറിയാം. അപ്പൊ അത് കാരണം അവർക്ക് ആ മെത്തേഡിൽ, അതിപ്പോ അവര് ഫ്രാൻസ് ആയാലും അർജന്റീന ആയാലും അത് മാറ്റാൻ പോകുന്നില്ല. അപ്പൊ അവരുടെ രീതിയിൽ കളിക്കും, അർജന്റീന അവരുടെ രീതിയിൽ കളിക്കും. അപ്പൊ അതൊരു ഭയങ്കര ഒരു കോൺടെസ്റ്റ് തന്നെ ആയിരിക്കും. ഇംഗ്ലണ്ട് ഇപ്പം കുറേയധികം സെമി ഫൈനൽസ്, നമ്മൾ ഒരു റീസെന്റ് ഹിസ്റ്ററിയിൽ തന്നെ 2-1 തോറ്റിട്ടാണ് പുറത്തു പോകുന്നത്. നമ്മൾ നേരത്തെ സൗത്ത് ഗേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത് മൂപ്പരുടെ സ്ട്രാറ്റജി ഏറ്റവും പിഴവുള്ള ഒന്നാണ്, അതുകൊണ്ടാണ് പുതിയ കോച്ചും വന്നു. പക്ഷെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ സമയത്ത് ചോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഇംഗ്ലണ്ട് ഇപ്പോഴും. 2018 ക്രൊയേഷ്യയോട് തോറ്റത് ഞാനൊരു ചോക്ക് എന്ന് പറയില്ല. എന്താ വെച്ചാൽ അത് ഇത്രയും നല്ലൊരു ഇംഗ്ലണ്ട് ടീമും ആയിരുന്നില്ല, അത് വളരെ മികച്ചൊരു ക്രൊയേഷ്യ ടീമും ആയിരുന്നു. ഇന്നലെ ശരിക്കും ഇത് ഇംഗ്ലണ്ടിന് ജയിക്കാൻ പറ്റണ ഒരു കളിയായിരുന്നു. എന്താ വെച്ചാൽ വളരെ വ്യക്തമായിട്ടുള്ള വീക്ക്നെസ് ഉള്ള ഒരു, പ്രത്യേകിച്ച് 2 ഫുൾ ബാക്സും. ടാഗ്ലിഫിക്കോന് 33 വയസ്സായി, മൊളീനയുടെ പൊസിഷനിങ് 2 കളിയിൽ അടുപ്പിച്ചിപ്പോൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ ഉള്ള കളിക്കാർ ഇംഗ്ലണ്ടിന്റെ അടുത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഗോർഡൻ നന്നായി ഒരു ആന്റണി ഗോർഡനെ മാറ്റിയിട്ട് നിങ്ങളൊരു സെന്റർ ബാക്ക് ആയ കോൺസെ കൊണ്ടുവരണം. എന്നിട്ട് പക്ഷെ ആ സെന്റർ ബാക്ക് റൈറ്റ് ബാക്ക് ആയിട്ടാ കളിക്കും. അത് ആകെപ്പാട് ഒരു കൺഫ്യൂസ് തിങ്കിങ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു 5-4-1 കളിക്കാനാണ്. അതിന്റെ മറ്റേ ടീമിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഞങ്ങൾ ഇനി കളിക്കാൻ പോണില്ല, ഞങ്ങൾ ഇനി ഡിഫെൻഡ് ചെയ്യാൻ മാത്രമേ ശ്രമിക്കൂ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് വരും. നേരെ പകരം ഇപ്പൊ ഗോർഡനെ മാറ്റി അത്ര തന്നെ വേഗതയുള്ള ഒരു മാർക്കസ് റാഷ്ഫോർഡിനെ എബ്രിച്ച് എസിയോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും അർജന്റീന തോൽപ്പിക്കാൻ പറ്റുമായിരുന്നു. എന്താ വെച്ചാൽ ആ 1-0 അർജന്റീനയ്ക്ക് മുന്നോട്ട് വരാതെ ഒരു നിർത്തില്ല. അപ്പൊ ഈ ഗ്യാപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ആ ഗ്യാപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബോൾ എടുക്കാൻ നോക്കണം. നിങ്ങളെല്ലാവരും ബോളിന്റെ 20 മീറ്റർ പുറകിലാണെങ്കിൽ ബോൾ കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ട്രോളുകൾ തുടങ്ങിയിട്ട് ഇറ്റ്സ് കമ്മിങ് ഹോം എന്നുള്ള സ്ലോഗൻ 96 ഇംഗ്ലണ്ട് യൂറോ ഹോസ്റ്റ് ചെയ്തപ്പോ ഉണ്ടാക്കിയ ഒരു ടാഗ്ലൈൻ, പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ്നിങ് സീഡ്സ് എന്ന് പറഞ്ഞൊരു ബാൻഡിന്റെ. പക്ഷെ ഇറ്റ്സ് കമ്മിങ് ഹോം ഇങ്ങനെ കളിച്ചാൽ അത് ഒരിക്കലും തിരിച്ചു വരില്ല. എന്താ വെച്ചാൽ ഈ ഒരു വലിയ കളികൾ ജയിക്കണമെങ്കിൽ ഒരു ചങ്കൂറ്റം വേണം. അല്ലാതെ ഇങ്ങനെ പേടിച്ച് കളിച്ചാൽ ഒരിക്കലും നിങ്ങളൊരു വലിയ കളി ജയിക്കില്ല. അതും ഇതിലെ ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ ഈ ടീം വെച്ചിട്ട് ശരിക്കും ഈ കളി ജയിക്കാൻ പറ്റേണ്ടതായിരുന്നു. അവർക്ക് അത്രയും അതിനുള്ള കളിക്കാരുണ്ടായിരുന്നു, അവരെ ഉപയോഗിച്ചില്ല. ഡെക്ലൻ റൈസിനെ മാറ്റിയത് പിന്നെ ചിലപ്പോൾ ഫിറ്റ്നസ് കാരണമായിരിക്കാം. പക്ഷെ പകരം വരുന്ന ഒരു അനുഭവം ഇല്ലാത്ത നിക്കോ റൈലിയാണ്. EPL ഒക്കെ കളിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ലോകകപ്പ് സെമി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പൊ അങ്ങനെ പല കൺഫ്യൂസ്ഡ് തീരുമാനങ്ങളും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യലിസ്റ്റ് റൈറ്റ് ബാക്ക് ഇല്ല, റീസ് ജെയിംസ് ഉണ്ട്, പക്ഷെ റീസ് ജെയിംസ് എല്ലാ കളിയും കളിച്ചിട്ടില്ല. അപ്പൊ റീസ് ജെയിംസിനെ മാറ്റേണ്ടി വന്നാൽ ആരവിടെ കളിക്കും? ലെഫ്റ്റ് ബാക്കും ഇതേപോലെ തന്നെ. ജെഡ് സ്പെൻസ് ഒന്നും ഒരു ലോകകപ്പ് സെമി കളിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു ലെഫ്റ്റ് ബാക്ക് അല്ല. ഭയങ്കര ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു 2ാം പകുതിയിൽ, അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറം ഒരു ഓൾറൗണ്ട് ഗെയിം ഒന്നും ഇല്ല ഈ ലെവലിൽ കളിക്കാൻ. അർജന്റീന ആണെങ്കിൽ അവര് ആ വീക്ക്നെസ് അവർക്ക് കവർ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഡിപ്പോൾ വന്നപ്പോ കുറെ റൈറ്റ് ബാക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി, മറ്റേ ഭാഗത്ത് മെക്കാലിസ്റ്ററും എൻസോ ഒക്കെ കൂടി കുറെ ഇംഗ്ലണ്ടിനെ തടുത്തു. അതാണ് ഒരു വലിയ വ്യത്യാസം. അർജന്റീനയ്ക്ക് ഒരു വാശിയോടുകൂടി ഒരു ടീമായി കളിക്കാൻ പറ്റി. മറ്റേത് ഇങ്ങനെ ഡീപ്പായി പോയിട്ട് അവസാനം സ്വന്തം 6 യാർഡ് ബോക്സിന്റെ അവിടെ എത്തി. ഈ അർജന്റീന വലിയൊരു ഹിസ്റ്റോറിക്കൽ നേട്ടത്തിന്റെ അടുത്താണല്ലോ. കാരണം ബ്രസീൽ 1962 നേടിയതിനു ശേഷം തുടർച്ചയായിട്ട് ഒരു ടീം കപ്പ് നേടുകയാണെങ്കിൽ അത്തരം ഒരു സാധ്യത ദിലീപ് കാണുന്നുണ്ടോ? ഈ ടീമിനെ നമുക്ക് ആരും എഴുതി തള്ളില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്രദർശനത്തിന് ശേഷം. എന്താ വെച്ചാൽ അവര് തെളിയിച്ചിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാൽ ആ കളിക്കാർക്കും ആ കോച്ചിങ് സ്റ്റാഫിനും ആ ഒരു വിശ്വാസം ഉണ്ട്. അവസാന വിസിൽ വരെ
നിങ്ങൾ കളിക്കും. അത് എന്ത് സ്കോർ ആയാലും 2-0 ആയാലും, ഈജിപ്തിനെതിരെ 2-0 ആയിരുന്നു, മറ്റേ സമനില ആയാലും, ഇപ്പൊ ഇന്നലെ 84-ാം മിനിറ്റിൽ 1-0 തോറ്റ് നിൽക്കുക, ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർ അവസാന മിനിറ്റ് വരെ കളിക്കും. പിന്നെ മാറ്റങ്ങൾ വരുത്തിയതൊക്കെ ശരിയാവുകയും ചെയ്തു. ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ശരിക്കും മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കളിയായിരുന്നു. എന്നിട്ട് ആൽവറസ് ബെഞ്ചിൽ നിന്ന് വരുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അവര് തിരിച്ചു കളിച്ചു. ആൽവറസ് സ്റ്റാർട്ട് ചെയ്തു, മാർട്ടിനസ് ബെഞ്ചിൽ നിന്ന് വന്ന് ഗോൾ അടിച്ച് ജയിപ്പിക്കുന്നു. അപ്പൊ അത് അവർക്ക് ഭയങ്കര ആത്മവിശ്വാസം കൊടുക്കണ ഒരു ജയമായിരിക്കും ഇത്. പക്ഷെ കളിക്കേണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ലെവല് മേലുള്ള ഒരു ടീമിനാണ്.